जनन तनन तनन तुम तुम चंदन चंदन तनन तनन गीत धुनी को तकधीम ना त्रिकेट तो नाच रहे गोरी ताई ताई तुम तिरक तुम गीत धुनी को എല്ലാവർക്കും അപ്പ അമ്മ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വന്നു കിട്ടിയതും എനിക്ക് വന്നു കിട്ടിയതും വാങ്ങിച്ചതുമായ കുറച്ച് സാരി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇതിൽ വലിയ ഡിസൈനുകളോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ചെറിയൊരു സാരി കളക്ഷൻസ് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക, പിന്നെ ലൈക്ക് മെസ്സേജ് വിടണം കേട്ടോ, കമൻറ്റ് കമൻറ്റും ചെയ്യുക. ആദ്യം ഇതെൻ്റെ വെഡ്ഡിങ് സാരിയാണ്, വെഡ്ഡിങ് സെക്കൻഡ് സാരിയാണിത്. പച്ചയും മജന്തയും കൂടിയിട്ടുള്ള വർക്കുള്ളത്. ഇത് മുന്താണിയാണ്. ഇത് അതിൻ്റെ മറ്റു വശങ്ങൾ കുറച്ച് സൈഡ് ഗോൾഡ് മജന്ത, അങ്ങനൊരു പച്ച സാരി. ഇതാണ് ഇവിടെ നിന്ന് എടുത്ത സാരി, ഇവിടെ നിന്ന് എടുത്തത്. ഇത് ഇവിടെ നിന്ന് എടുത്തുന്ന സാരിയാണ്. അച്ചാച്ചനും അച്ചാമ്മകളും എടുത്തത്. ചാച്ചനും അച്ഛനും ആ അപ്പെടുത്താണോ? അപ്പെടുത്തതാണ് സാരി. അല്ല, അപ്പെടുത്തല്ല, സെക്കൻഡ് സാരി. ഇത് വീട്ടിൽ നിന്ന് എടുത്തത് സെക്കൻഡ് സാരി, അമ്മയുടെ വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തത്. ഫസ്റ്റ് സാരി ഇവിടെ നിന്ന് എടുത്തത്, സെക്കൻഡ് സാരി ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന്. ഇവരുടെ കല്യാണ ഫോട്ടോസും ഇതിനകത്തില്ല, അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുള്ള ഫോട്ടോ എടുക്കാറ്. ഇവരുടെ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടാവില്ല. മാരേജിൻ്റെതായ സകല തെളിവുകളും വിദ്യാഭ്യാസം താലി മാത്രമേ ഉള്ളൂ, മാരേജ് സർട്ടിഫിക്കറ്റും മറ്റേ ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ എസ്എൻഡിപി തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഒരു മഞ്ഞയാണ്. അതിന്റെ ബോർഡ് സൈഡ് ബോർഡ് വന്നതാണ്. ബ്ലൗസും മഞ്ഞ, ബ്ലൗസ് മഞ്ഞ. അതിന്റെ തന്നെ സെയിം അതിൻ്റെ ഉള്ളിലുണ്ട് ബ്ലൗസിന്റെ. ഇത് എൻ്റെ വല്യമ്മയുടെ മോൻ എൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. അങ്ങയുടെ കല്യാണത്തിന് എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയാണത്. ഞങ്ങൾക്ക് ഡ്രസ്സ് പോയി പിന്നെ കല്യാണത്തിനടുത്ത്. പിന്നെ ഇത് ഒരു പച്ച കരിനീല കളർ സാരിയാണത്. അതിനകത്ത് വയലറ്റ് കരിം ഷെയ്ഡ് വര മോഡലാണ്. അതിനകത്ത് പീക്കോക്ക് അതല്ല, ഇത് പച്ചയാണ്. പച്ചയും പിന്നെ വയലറ്റും കൂടിട്ട് വര ഇതിനകത്ത്. പക്ഷെ എങ്ങനെ പോയാലും അമ്മച്ചി കാണിക്കുന്ന കളറ് കുറച്ചുകൂടി ഡാർക്കായിട്ടേ കാണുള്ളൂ. ഇത് നല്ല രസമുള്ള കളറാണ്, ഇത് നല്ല രസമുള്ള കളറാ നേരെ കാണുമ്പോൾ. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കറുത്ത കളറൊക്കെ ഫീൽ ചെയ്യണം. അയച്ചറിനാണ്, പക്ഷെ ഇത് ഇങ്ങനെ ഇത് അയച്ചറിനാണോ ഒരു സൈഡിൽ. ഇതിനകത്ത് അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള 2 സാരികൾ. അമ്മയ്ക്ക് ഇതിനകത്ത് 2 സ്പെഷ്യൽ സാരികളുണ്ട്. ഒന്ന് പർപ്പിൾ കളറ്. ഇത് അങ്ങനെ സാധാരണ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരുന്നു. ഇപ്പൊ ചുരിദാറായിട്ടും ലാശയായിട്ടും ഒക്കെ. എനിക്ക് ധാവണി ഉണ്ട്. ഇതുപോലത്തെ ധാവണി ഇവിടെ വേറുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ ഇത് മജന്ത കളറും. ഇത് മൂത്ത അനീതിയുടെ മോനെടുത്തു. ഇത് ഓൺലൈനിൽ നിന്ന് എൻ്റെ മൂത്ത അനീതിയുടെ മോൻ അവൻ ഓൺലൈനിൽ വരുത്തിയതാണ് സാരി. ഗോൾഡും പിങ്കും ഗോൾഡും ഗോൾഡുണ്ട് സൈഡില്, വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള സാരി.
അമ്മയ്ക്ക് ചുമത്തണം. പിന്നെ ഇതെന്റെ വെഡിങ് സാരിയാണ്. പീക്കോക്ക് അമ്പലത്തിലൊക്കെ ആയാലും കല്യാണം അമ്പലത്തിൽ വെച്ചായിരുന്നത് ഭയങ്കര വെള്ളമാണ്. അതിന്റെ ഒരു പീക്കോക്കിന്റെ ഡിസൈനൊക്കെ ഉള്ളത്. പ്രിന്റ് തന്നെ ഡിസൈൻ ഫുൾ അങ്ങനെയാണോ? ഉടുക്കാറില്ല, ഉടുക്കാറില്ല ഇതൊന്നും. അമ്മ ഒരു സാരി ഉടുക്കാറുമില്ല. ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോ ചിലപ്പോൾ വേറെ ഉള്ള കാരണം കൊണ്ട് ഇതൊക്കെ 2-3 പ്രാവശ്യം ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഇതൊക്കെ ചുടുക്കണ ആകെ ഇങ്ങനത്തെ സെറ്റും കൊണ്ടും. പിന്നെ പിന്നെ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും സെറ്റും കൊണ്ടും പിന്നെ സാരിയാണ് ഉടുക്കുന്നത്. കൂടുതലും അമ്മച്ചി സാരി ചുരിദാറാണ് ഇടുന്നത്. പ്രോഗ്രാമിന് പോകുമ്പോൾ അത് തന്നെ ഇടുന്നത്. ബാക്ക് സ്റ്റേജിൽ ഓട്ടായിരിക്കുമല്ലോ. നിങ്ങള് ചുമക്കണുണ്ടായിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അമ്മയ്ക്ക് ചുമ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ഷെയ്ഡ് റോസ് ആയിരിക്കും എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ തന്നെ ഗോൾഡ് ഡിസൈന്. ഹായ്, ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇതിന്റെ പല ഷെയ്ഡാ അമ്മയിലേക്ക്. ഈ സാരിയൊക്കെ കണ്ട് കുറച്ചു കഴിയുമ്പോൾ ഈ സാരി ഇവിടെ ഉണ്ടായി തന്നിരുന്നു. ഒക്കെ കുഞ്ഞാ പഠിച്ചു പറ്റും. ധാവണി അടിക്കുന്നത്. ഇത് അച്ചായി കോഫി കളറില് കരിപ്പച്ച, പുളിയില പച്ച, എന്തോ ഒരു കളറ്. അതിന്റെ ബോർഡ് വരുന്നത് ഗോൾഡ് ഒന്നും അല്ല അത്. ഇതെങ്ങനെ കിട്ടിയെന്നും പറയണേ. ഇതാണ് എന്റെ ഹസ്ബൻഡ്. അധികം സാരികളൊന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. വാങ്ങിച്ചു തന്ന സാരികളിൽ ഒരെണ്ണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടപ്പെട്ട സാരി. അതിന് ഇതെന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഇളയ അനിയത്തിരേട്ടാ. ക്യാമറ അനങ്ങും ഞാൻ ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഗോൾഡൻ ഇങ്ങനെ പോലെ പിന്നെ ഈ സൈഡില് അടിക്കത്താണ് ഈ വർക്കൊന്നുമില്ല. ഗോൾഡൻ കളർ അത് വേറെ വർക്കുകൾ എനിക്ക് സിമ്പിൾ വർക്കുകളൊക്കെയാണ് ഇഷ്ടം. സിമ്പിളായിട്ട് നോക്കുന്നത്. അയ്യോ ഒഴുകണ സാരി. ഇതൊരു ഇപ്പോഴത്തെ മോഡൽ സാരി ജോർജറ്റിന്റെ ആണോ അത്? അതന്നെ ഉടുത്താലും നിക്കലും പിടിച്ച എന്താ മുടുത്തണ്ടല്ലോ ഇല്ലേ? പീച്ചല്ല അത്. ആ മറ്റേ റോസ്, ആദ്യം കാണിച്ച റോസ് പോലത്തെ. ഞാൻ പറഞ്ഞ അമ്മച്ചത് ഉടുത്തിട്ടുണ്ട്. അമ്മ ഉടുത്തിട്ട് പ്രോഗ്രാമിന് പോന്നു. പ്രോഗ്രാമിന് എടുത്തേ താഴത്തെ പ്രോഗ്രാമിന് അമ്പലത്തിലെ. അതാണോ? ഇത് ഞാൻ കൊടുത്തത് സ്കൂളില്. ഓ എന്നിട്ട് ഞാൻ മറ്റേ എന്താ ആവശ്യത്തിന് എടുത്താ. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അമ്മ ഞെറിഞ്ഞിട്ടുണ്ടൊക്കെ പോയി. ഇവിടെ അങ്ങോട്ട് പോയപ്പോ നല്ല ഭംഗിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോ മാരി കൈ പിടിച്ചിട്ടുണ്ടോ സാരി. നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു. മഴയല്ലല്ലോ, ചൂട് വിശർത്ത് വിളിച്ചിരിക്കാന്ന്. അയ്യോ നല്ല രസമുണ്ട്. വന്നപ്പോ സാരി ഒരു സൈഡ് കൂടെ കുഞ്ഞാ ഒരു സൈഡ് അടിപൊളിയായിരുന്നു. ഇതിപ്പോ എടുത്തതാ ഞാൻ കണ്ടില്ലല്ലോ. ഇതാ കളം പല കളറിലുള്ള സാരിയാണത്. മരം വൈറ്റും റെഡ് പച്ച വൈറ്റ് അത് കോമ്പിനേഷൻ കളങ്ങളാണ്. പിന്നെ
ഇത് റെഡും പച്ചയും കൂടി ഒരു സാരി ഗോൾഡ് ഇങ്ങനെ മറ്റേ തൊങ്കല് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ വന്നതൊരു സാരി. പിന്നെ ഇത് ഒരു സെറ്റ് സാരി. ഇത് വേറെ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ഗുരുവായൂർക്ക് കൊടുത്തത്. അമ്മച്ചി ഇവിടുന്ന് ഗുരുവായൂർക്ക് കൊടുക്കാൻ വേണ്ടി ഗുരുവായൂർ പോയപ്പോ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തത് അമ്മാമ്മയാ. അമ്മച്ചി അല്ല, അത് എന്റെ കല്യാണ സാരി ഞാൻ കൊടുക്കാൻ കൊണ്ടുപോയി. അത് കൊടുത്തത് അമ്മച്ചി കൊടുത്തു. ഇത് കല്യാണ സാരി. ഇത് അല്ലാതെ എനിക്ക് പ്ലെയിനാതെ വർക്കുള്ളത് തന്നെയല്ല. അതിന് ഇച്ചിരി നീളം കുറവാണ്. മണ്ണുള്ള കാരണം കൊണ്ട് ഉടുക്കാൻ ഇച്ചിരി നീളം കുറവായ കാരണം ഫ്ലീറ്റ് കിട്ടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോ വലിയ സാരി സാധാരണ ഇതിന് ബ്ലൗസ് സെപ്പറേറ്റ് ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ വലിയ സാരി വേറെ ഒരു ബ്ലൗസ് കൊണ്ട് 3 സെറ്റ് കൊണ്ട് കൊടുക്കും അമ്മ. ചെറിയ കരയുടെ അതിനകത്ത് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പ്ലെയിൻ ആണ്. ഗോൾഡിന്റെ സെറ്റ്. ടിഷ്യൂ ആണോ അത്? അമ്മച്ചിക്ക് ടിഷ്യൂ ഇല്ല? ടിഷ്യൂ മെറ്റീരിയൽ ഇല്ലല്ലേ? ഓക്കെ. ഇതിനകത്ത് വലിയൊരു ബിറ്റ് എടുക്കണത്. ഇതിനകത്ത് പകുതി സാരി ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഇത്രയും സാരി ഇതിനകത്ത് ഉണ്ടെന്ന്. അലമാരിലിരിക്കുമ്പോ മേളിലിരിക്കുന്ന 4 സാരി പിന്നെ കളറുകൾ. പക്ഷെ മുക്കി പറക്കാൻ ഞങ്ങൾ തന്നെയല്ലോ. ഇവിടെ തോട്ടിക്കൊണ്ടേ കഴിയണം. അപ്പൊ ഒന്നും ഞങ്ങൾ അങ്ങനെ പോകണല്ലോ. അങ്ങനെയല്ലേ ഉള്ളു. ഇത് കാണുമ്പോ കളർ മാത്രമേ കാണുള്ളൂ. ഇത് ഒന്നിച്ചു കൊടുത്ത് ഞാൻ കണ്ടിട്ട്. ഇതും കൊടുത്തിട്ടുണ്ട്. അരങ്ങേറ്റത്തിനാണ്. അതിനകത്ത് ഇങ്ങനെ വട്ടം ഡിസൈൻ വന്നിട്ട് ചൊമ്പല്ലല്ലോ. മുന്താണി പ്രത്യേകിച്ച് താഴെ കളർ വ്യത്യാസം മാത്രം. പിന്നെ ആ വട്ട ഡിസൈനും അങ്ങനെയുള്ളു. വേറെ വ്യത്യാസമില്ല. കളർ മാത്രമല്ലേ കാണുള്ളൂ. ഇതിന്റെ ഉള്ളിലെ ഡിസൈനും മുന്താണിയും ഒന്നും കാണുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാം കാണുമ്പോ. അമ്മയുടെ ആദ്യത്തെ സാരി ഉണ്ടായിരുന്നെങ്കിൽ സാരി പാർട്ട് 2 ഉണ്ട്. ഒന്നാ 2 തട്ട് ഇപ്പൊ ഓർമ്മയുള്ളൂ കേട്ടോ. അതിനകത്ത് മറ്റേ ഇല. അമ്മയ്ക്ക് കൂടുതൽ ഇലവർക്ക്. അമ്മ മൈലാഞ്ചി ഇട്ടാലും ഇലവർക്ക്, ഉടുപ്പ് ചുരിദാറൊക്കെ എടുത്താലും ഇലവർക്ക്. ഇങ്ങനെ ഇല ഉള്ള സ്ഥലമുള്ള മിക്കത് ഇല പോലെ. കളറൊന്നും ചോദിക്കരുത് കേട്ടോ. ഒന്ന് കളറൊന്നും ചോദിക്കരുത്. പല കളർ അതങ്ങനെയല്ല. ഇതൊക്കെ മറ്റേ എല്ലാ കളറിനും പറ്റണ കളറുകളാ. അമ്മ അതങ്ങനെ കൂടുതലും അമ്മ അങ്ങനത്തെ കളർ നോക്കാൻ കാരണം തന്നെ ഒരു ബ്ലൗസ് മേടിച്ചു കഴിഞ്ഞാൽ പല കളർ ബ്ലാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പല സാരിയുടെ കൂടെ കൊടുക്കാം. അതുകൊണ്ട് അങ്ങനത്തെ കളർ സാരികൾ അമ്മച്ചെടുക്കണം. എടുക്കണതും അമ്മയ്ക്ക് വന്ന് കിട്ടണതും ഓൺലൈനിൽ ബുക്ക് ചെയ്യണതും ഒക്കെ അങ്ങനെയാ. ഇതാണ് ഇത് മറ്റേ ഒരു സൈഡ് കാണുമ്പോൾ ഒരു കളറ്, മറ്റേ സൈഡ് കാണുമ്പോൾ മറ്റേ കളറ്. അങ്ങനെയാ തന്നെ. ചെരിച്ചു പിടിക്കുമ്പോൾ ഒരു കളറാ, നേരെ പിടിക്കുമ്പോൾ ഒരു നീല വയലറ്റും കൂടിയിട്ട്. പക്ഷെ ഇതിനകത്ത് നീല കാണുന്നത്. ഇതിനകത്തൊരു നീല. അമ്മച്ചിട്ട് ഒരു നീല സാരി ഇല്ല അതുപോലെ ഇതിനകത്ത് കാണുന്ന. അമ്മയ്ക്ക് വേറൊരു നീല സാരി ഇല്ല അതുപോലെ. ഗോൾഡന്റെ വര പോലത്തെ പച്ച നീലയൊക്കെ വരയുള്ള
സിമ്പിളായിട്ടുള്ള സാരികളൊന്നുമല്ല. അമ്മ അമ്മയുടെ ശരീരം കണ്ടിട്ട് അന്തം വിട്ടു. പറയാൻ കിട്ടാണ്. ഈ മുക്കി പറക്കാൻ പോയപ്പോ അപ്പയുടെയും അമ്മയുടെ മോത കണ്ടായിരുന്നു. ഇത്രയും സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുക്കി പറക്കാ ഒരു പ്രാവശ്യം കുഞ്ഞാവനെ കാതും കൊണ്ടേ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ നിന്റെ കാല് ഇപ്പൊ നോക്കുമ്പോ കുറച്ച് സാരി ഉള്ളു. എനിക്ക് മെറ്റീരിയൽസ് ഒന്നും പറയാൻ പാടില്ല കേട്ടോ. ഇവിടെ ആകെ ഞങ്ങൾക്ക് എടുക്കുന്ന കോട്ടൺ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഏകദേശം അമ്മ ആദ്യം കാണിച്ച ഈ സാരിയൊക്കെ ഒരുപോലത്തെ നീലയാ ഇതിനകത്ത് കാണുന്നത്. ഒരേ പ്രിന്റും വര. പക്ഷെ സാരി ഇഷ്ടപ്പെടും, അതെടുക്കും. അങ്ങനെ ഒരു ഇത് അതങ്ങനെ ആളാ. സാരി കാണുന്നു. പണ്ട് നേരത്തെ ചുരിദാറൊക്കെ പഠിക്കാൻ പോകുമ്പോ 16 സാരി എടുത്ത് നിർത്തി. ആദ്യം നമ്മളിങ്ങനെ ആ റാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കളറ് മനസ്സിൽ പിടിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ ആദ്യം ഞാൻ എടുത്ത് വെക്കും. അത് കഴിയുമ്പോ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പോലെ നോക്കേണ്ടത് രണ്ടാമതൊക്കെ വരി ഇടിക്കും. അവര് പറഞ്ഞേക്കണല്ലോ അപ്പൊ ഇതിന് പണിപടം. അങ്ങനെ അത് ചെയ്തിട്ട് ആ ഫസ്റ്റിലെ എടുത്ത് വെക്കണ കളർ ഉണ്ടല്ലോ, ലാസ്റ്റ് ആ കളർ ഇട്ടു. അങ്ങനെയാണ് പഠിച്ചത്. ഇടയ്ക്ക് കോള് വന്നാണ്. അത് കഴിഞ്ഞപ്പോ എന്താ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ ഇപ്പൊ അമ്മച്ചി സെയിം തന്നെ സംഭവം. സെയിം തന്നെ. ആദ്യം കാണുമ്പോ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുവയ്ക്കും. അത് കഴിയുമ്പോ ഇവരുടെ അഭിപ്രായം ചെയ്യുമ്പോഴത്തോട്ട് ചോദിക്കും. ഞങ്ങള് അമ്മ ചൊമ്പെടുക്കും, ഞങ്ങള് നീലായിരിക്കും കാണിക്കുന്നത്. അമ്മയ്ക്ക് കൊറേ നേരം അമ്മച്ചി തർക്കിച്ചു കഴിയുമ്പോ അമ്മച്ചി ചൊമ്പനെടുത്തോണ്ട് പോരും. ചിലതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവരും. ചിലതൊക്കെ ഇതൊരു റെഡും ഫോം വല്ല അടിക്കണം പുറത്തേക്ക് പോകും എടുത്തിട്ട്. ഒരു റെഡ് വർക്ക് പൂവിന്റെ തണ്ടും പൂവലയും കായയും മുന്താണി. ആ കളറാ ബ്ലൗസ് തന്നെയാണ്. അമ്മ ഇതിനകത്ത് എല്ലാ സാരിയിലും കളർ മറ്റേ ഇതിന്റെ ബ്ലൗസിന്റെ കളർ അങ്ങനെ ഉണ്ടാവും. അമ്മ സാരി ഒറ്റ എണ്ണത്തിനും ബ്ലൗസ് കിട്ടൂല. വെട്ടി തയ്പ്പിക്കില്ല, വേറെ തുണി എടുത്ത് തയ്പ്പിക്കും. തയ്പ്പിക്കും അങ്ങനെ അമ്മ. പിന്നെ നമുക്കൊരു കാര്യം, നമുക്ക് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യണ സാരി ഒന്നും നമുക്ക് പിടിക്കൂല. പിന്നെ സെറ്റുമുണ്ട് കസവിന്റെ സെറ്റുമുണ്ട്. ഡബിൾ സെറ്റാണ്. ഡബിൾ സെറ്റും കസവിന്റെ ഉണ്ട്. കസവ് വേറെ പൂളൊന്നുമില്ലാത്ത സാധാ രീതിയിലുള്ള കസവിന്റെ സെറ്റ്. ഇതിനകത്ത് നമ്മുടെ കുറേ സാരി പോയിട്ടുണ്ട്. കുറേ സാരി കുറേ പേർക്ക് കൊടുത്തു. പിന്നെ ആ അനീത്തി അംഗൻവാടി പഠിച്ചിരുന്നപ്പോൾ അവിടേക്ക് കുറേ സാരി കൊടുത്തു. അങ്ങനത്തെ സാരി. പിന്നെ അമ്മയുടെ സെറ്റും മുണ്ടും അപ്പയുടെ മുണ്ടും തിരിച്ചറിയാൻ എനിക്ക് പാടുള്ളത് കൊണ്ടാണ് ആ നീല മാറ്റിച്ചു കേട്ടോ. അതാ ഞാൻ പറഞ്ഞ മുണ്ടൊക്കെ കണ്ണെടുത്ത് മാറ്റിച്ചു. അമ്മയുടെ സെറ്റും മുണ്ടും ഇതൊക്കെ ഒന്നിച്ചിരിക്കും. കാരണം ഇപ്പൊ അമ്മയ്ക്ക് 4 സെറ്റും മുണ്ടുണ്ട് വൈറ്റ്. 2 5 5അല്ലല്ലോ 6 കണ്ടുണ്ട് സെറ്റ് മുണ്ട്. പഞ്ചസാര നമ്മുടെ അനീതി ഇരുന്നിട്ട് ഭയങ്കര ഇത് അലമ്പ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. നാത്തൂൻ ബർത്ത്ഡേക്ക് തന്നത്. മാൻസൂന് വന്നപ്പോഴാണ് അറിയണം നമ്മുടെ ബർത്ത്ഡേ എന്ന്. അപ്പൊ പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ വയലറ്റ് ബ്ലൗസാന്ന് തോന്നുന്നു.
എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കാണാറ് ശ്രദ്ധയ്ക്ക് ഈ സാരികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്ന് കമന്റും ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞ വല്ല തെറ്റുകളുള്ള കളർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ ഏത് കളർ. അതന്നെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ആദ്യം അത് വീഡിയോ ഞാൻ ആദ്യം സാരി ഇരിക്കണ കണ്ടപ്പോ ഞാൻ ഒരു കഴിഞ്ഞ വർഷം എങ്ങനെ ഞാൻ ഈ സാരിയുടെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ട് 3 വരെ എടുക്കേണ്ടി വന്നേനെ. ഇപ്പൊ തന്നെ 20 മിനിറ്റ് ആയി. അത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാർട്ട് 3 സെക്കൻഡ് ഈ അമ്മ സാരി എടുക്കുന്ന അമ്മ 27 വയസ്സ് മുതലൊക്കെ അമ്മ അതന്നെ മിക്കതും ഇവിടുത്തെ അമ്മയുടെ ബന്ധുക്കാരനെ കൊണ്ടുപോയേക്കണത്. പിന്നെ ഈ സ്നേഹ വീടുകളിൽ നിന്നൊക്കെ വന്നതല്ലേ അവർക്കും കൊടുക്കല് കുറവാണ്. അങ്ങനെ പോകുള്ളൂ. പിന്നെ ഇന്നലെ ഈ ചാനലില് ഞങ്ങള് വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കുഞ്ഞാവിടെ ഡ്രസ് കളക്ഷൻ, അതായത് എന്റെ അനിയത്തിയുടെ ഡ്രസ് കളക്ഷൻ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് കാണുന്ന സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒന്നുകൂടെ പറയണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക. സാരികള് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. അതിനെ കുറിച്ചൊന്നും സാരിയെ കുറിച്ചൊന്നും വലിയ അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ല പൈതങ്ങളാണ് ക്ഷമിച്ചേക്കണം. ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് കൈയും കാലൊക്കെ വരെ ശ്രദ്ധിക്കണ്ട. അനീതി അവിടെ നിന്നിട്ട് ഘോഷ. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഉണക്കുക. കുറെ ഡിലേ വന്നെങ്കിലും വീഡിയോകൾക്കൊക്കെ ഇനി മുടങ്ങാതെ ഇടാൻ ശ്രമിക്കണം. ഞങ്ങൾ ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം വൈകിയത്. കുറെ ഡിലേ വന്നത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് ആണ് ഇടാൻ പറ്റാഞ്ഞത്. പിന്നീട് അവസരത്തിൽ എല്ലാം തുറന്നു പറയുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഷോർട്സിന് മാത്രമല്ല അമ്മേനെ കാണും, ലോങ് വീഡിയോയിൽ അമ്മേനെ കാണിക്കുന്നു. ഞാൻ ഇനി ഉറപ്പായിരുന്നു. ബൈ.